എല്ലാ പ്രേക്ഷകർക്കും അസ്കഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായിട്ടുള്ള ബോട്ടിൽ ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. പലതും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ്, സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ആ വ്യക്തിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട, ആ വ്യക്തിയുടെ ജീവിതോപാധിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളും ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള മേഖലയിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുന്നത് പോലും മടുപ്പാണ്. അങ്ങനെ ആ വ്യക്തി അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു വിമുഖത കാണിക്കാറുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജോലി സംബന്ധമായിട്ടോ ആ വ്യക്തിയുടെ ആ മേഖല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊട്ടും താല്പര്യം തോന്നാറില്ല. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, താല്പര്യത്തോടെ നിങ്ങളത് കേട്ടിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കാറുണ്ട്. ആ വ്യക്തിയിൽ അങ്ങനെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പലപ്പോഴും അതിനെയൊക്കെ തള്ളിക്കളയുകയാണ്. അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. അത് ആ വ്യക്തിയിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്ന മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ജോലിയുടെ തിരക്കും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ തിരക്കും കാരണം ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കാതെ പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ എൻഗേജ് ചെയ്ത്, മറ്റൊരു കാര്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അത് കേൾക്കാനുള്ള സമയം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നിങ്ങൾ സമയം ഉണ്ടാക്കി ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ അതെല്ലാം കേൾക്കണമെന്നും നിങ്ങളതെല്ലാം കാണണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് വായിച്ച് എടുക്കാൻ ശ്രമിച്ചാൽ അത് ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യും. ആ വ്യക്തിക്ക് അത് ഒരുപാട് താല്പര്യവും സംതൃപ്തിയും പ്രദാനം ചെയ്യും. നിങ്ങൾ അവഗണിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആ വ്യക്തിക്ക് പലപ്പോഴും അതൊരു ദുഃഖമായിട്ട് മാറും. ആ അവഗണന താൻ സഹിക്കേണ്ടി വരുന്നു എന്നുള്ള ദുഃഖമുണ്ട്. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായിട്ട് ഒന്ന് നിന്നു കൊടുക്കുകയോ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുകയോ ചെയ്യണം. അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഒറ്റപ്പെടൽ മനോഭാവം ആ വ്യക്തിക്കുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ അത് അവഗണിക്കുമ്പോൾ ചില ആളുകൾ, നിങ്ങളോടും ആ വ്യക്തിയോടും ദേഷ്യമുള്ള ആളുകൾ മനഃപൂർവ്വം തന്നെ ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അവരില്ലാത്ത താല്പര്യം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് അടുക്കുകയും നിങ്ങളെ അകറ്റിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി വരാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക, അത് കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറുക. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോടുള്ള തമ്മിലുള്ള ജീവിതത്തിൽ മറ്റാർക്കും ഒരു സ്ഥാനവുമില്ല. അതങ്ങനെ തന്നെ വേണം താനും. അതായിട്ട് ചാര നിറത്തിലുള്ള പ്രാവ് ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളോടൊന്നും ആവശ്യപ്പെടാറില്ല. നിങ്ങൾ ഇന്നത് നൽകണം, നിങ്ങൾ ഇന്നത് എനിക്ക് കിട്ടണമെന്നുള്ള ഒരു വാശിയില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡും വെക്കാതെ നിങ്ങളോടൊപ്പം നിൽക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. അങ്ങനെ ആ വ്യക്തി ഒരു ഡിമാൻഡും പറയാതെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്തയിലേക്ക് വരും. കാരണം ആ വ്യക്തിക്കൊന്നും നൽകണ്ട, ആ വ്യക്തിക്കൊന്നും കൊടുക്കണ്ട, എല്ലാം സഹിച്ചുകൊള്ളും, ഒന്നും ആ വ്യക്തി ആവശ്യപ്പെടാറില്ല
അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ആ വ്യക്തിക്ക് ഒന്നും നൽകാതെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ട എന്ന് ആ വ്യക്തി പറയുമെങ്കിലും ഒന്നും ആ വ്യക്തി ആവശ്യപ്പെടാതിരിക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അപ്പാടെ ആ വ്യക്തിയെ അവഗണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനെ അവഗണിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തി ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങളോട് അടുത്തത്. ശരിയാണ്, ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളോട് അടുത്തുനിന്ന്. ഒരു സൗന്ദര്യബോധമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭൗതിക നേട്ടങ്ങളുള്ള ഭ്രമമോ ഒന്നും ആ വ്യക്തിക്കില്ല. ഇതൊന്നും നിങ്ങൾക്കില്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കില്ല എന്നും പറഞ്ഞ് ലോകം തള്ളിയ സമയത്തും ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുകയും ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. ആ ഒരു മനോഭാവം, ആ ഒരു ജീവിതഗതി നിങ്ങൾ കൊണ്ടുവരണം. ആ ഒരു മനസ്സാൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ആ വ്യക്തി അങ്ങനെ നിങ്ങൾക്ക് നൽകിയ പിന്തുണ, നിങ്ങൾക്ക് നൽകിയ ആ സഹകരണം, അത് നിങ്ങൾ തിരിച്ചു നൽകണം. അങ്ങനെ ഒരു മനോഭാവത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ആ വ്യക്തി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സ്നേഹിക്കണം. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളടുത്ത് വേണമെന്ന് പറയാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങളോട് ആ വ്യക്തിക്ക് പരിഗണനയുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ട് വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളയണ്ട, നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് അതൊന്നും നിങ്ങളോട് പറയാതെ മാറി നിൽക്കുന്നതാണ്. ആ വ്യക്തി അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അപ്പാടെ ആ വ്യക്തിക്കൊന്നും വേണ്ട, ആ വ്യക്തി ഒന്നും നൽകിയില്ലെങ്കിൽ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാകും എന്നൊക്കെ കരുതി ഒരുതരം അവഗണന നിങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിക്കുന്നുണ്ടോ എന്ന് ആ വ്യക്തി സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് താനും. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് നിങ്ങൾ അപ്പാടെ തള്ളിക്കളയുന്ന ഒന്നായി മാറരുത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചതും ഒക്കെ വൃഥാവിലാകുന്നു എന്നുള്ള തോന്നൽ ആ വ്യക്തിക്കുണ്ടാകരുത്. ആ വ്യക്തിക്ക് അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നും. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന തന്നെ അപ്പാടെ താൻ സ്നേഹിക്കുന്ന വ്യക്തി അവഗണിച്ചോ എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്കുണ്ടായാൽ അത് ആ വ്യക്തിയിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. ഒരിക്കലും ആ വ്യക്തി അത് തുറന്നു പറയണമെന്നില്ല, പക്ഷെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദനയായിട്ടത് മാറും. അത് ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുത്. തീർച്ചയായിട്ടും അത് ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.